ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ ഈച്ച് എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അറേസ് യൂസ് ചെയ്യുമ്പോഴാണ്. അറേ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് കളക്ഷൻ ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ കഴിയും. അറേ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓരോ എലമെൻറ്റിനെ ഇറ്ററേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് ഫോർ ഈച്ച് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അധികം യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പിംഗ് ടെക്നിക്കാണ് ഫോർ ഈച്ച് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനായിട്ട് അറേ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തു. അതിന് പാരന്തസിനുള്ളിലാണ് ഞാൻ അറേ എലമെൻറ്റ്സ് പറഞ്ഞു നൽകേണ്ടത്. ഇവിടെ ഞാൻ ആപ്പിൾ ആഡ് ചെയ്തു, ബനാന, ഓറഞ്ച്, സെമിക്കോളൻ. ഇനി എനിക്ക് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് ഒരു അറേയാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാനത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്കോ ടോളർ ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിക്കോളൻ. ഇപ്പോൾ ഇതെന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. റിലോട്ട് ആപ്പിൾ എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വന്നു എന്നാണ്. വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഇവിടെ ഇൻഡെക്സ് 0, ഇതിൻ്റെ ഇൻഡെക്സ് 1, ഓക്കെ, ഇതിൻ്റെ ഇൻഡെക്സ് 2. അപ്പോൾ ഈ ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ആ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് 2 ആയിരിക്കും. അപ്പോൾ ഈ 2 ആക്സസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് 0 എന്ന് കൊടുത്തപ്പോഴേക്കും ആപ്പിൾ എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബനാന പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 നൽകിയാൽ മതി. അതുപോലെ തന്നെ ഓറഞ്ച് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 നൽകാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ടോളർ ഫ്രൂട്ട്സ് ഓഫ് 2 സെമിക്കോളൻ, ദെൻ ഞാനത് റീലോഡ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓറഞ്ച് എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതല്ല നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ഐറ്റത്തെയും ഇങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട, നമുക്ക് എല്ലാ ഐറ്റത്തെയും ഒന്നിച്ച് ഡിസ്പ്ലേ ചെയ്യണം. ഇനി നമുക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്യാം. അതിനായിട്ട് ഫോർ ഈച്ച് എന്ന് നൽകുന്നു. ഫോർ ഈച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡോളർ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ അറേയാണ്. അപ്പോൾ ഈ അറേയിലെ കറണ്ട് എലമെൻറ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിളിനെ കൊണ്ടുവരികയാണ്. അതായത് അതിലെ കറണ്ട് എലമെൻറ്റ് ഏതാണോ അതിലെ വാല്യൂ. ഓക്കെ, അപ്പോൾ കറണ്ട് എലമെൻറ്റ് ഇപ്പോൾ 0th പൊസിഷനിലുള്ളതാണെങ്കിൽ അതിൻ്റെ വാല്യൂ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു. ഓക്കെ, 0th പൊസിഷനിലുള്ള വാല്യൂ ഏതാണോ അതിനെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതിനായിട്ട് നമ്മൾ നൽകുകയാണ് ആസ്, എന്നിട്ട് നമ്മളൊരു വേരിയബിൾ നൽകുന്നു. ഞാൻ ഫ്രൂട്ട് എന്ന് തന്നെ നൽകുകയാണ്. ഓക്കെ, അറ്റ് എ ടൈം ഒരു ഫ്രൂട്ടായിരിക്കും, ഒരു എലമെൻ്റ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ഞാൻ ഫ്രൂട്ട് എന്ന് നൽകുന്നു. ഓക്കെ, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വേരിയബിൾ മാത്രമാണ്. അപ്പോൾ ഈ വേരിയബിളിലേക്കാണ് ഈ എലമെൻറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് എലമെൻറ്റിനെ. ഇനി എൻ്റെ വാല്യൂസ് എല്ലാം പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്കോ ടഫ് കോഡ്സിൽ ഡോളർ ഫ്രൂട്ട് നൽകിയാൽ മതി. ഓക്കെ, സെമിക്കോളൻ, സേവ് ചെയ്യുന്നു ആൻഡ് റൺ ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ആപ്പിൾ, ബനാന, ഓറഞ്ച് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഓക്കെ, അത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു BR കൊണ്ട് നൽകാം. ഞാനിവിടെ ഒരു BR കൂടെ നൽകി റീലോഡ്. ഓക്കെ, ആപ്പിൾ, ബനാന, ഓറഞ്ച് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂപ്സിനെ പറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പഠിക്കാൻ പോകുന്ന അറേസിനെ പറ്റിയാണ്.